മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 40 സെൻറ്റിമീറ്റർ, സ്ലാൻഡ് ഹൈറ്റ് ഈസ് 41 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ദ ബേസ് ആൻഡ് ഫൈൻഡ് വോളിയം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം ഞാൻ എഴുതുവാണ്. എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് h is equal to 40 സെൻറ്റിമീറ്റർ എന്നും സ്ലാൻഡ് ഹൈറ്റ് 41 സെൻറ്റിമീറ്റർ എന്നും. ഇതാണ് നമ്മുടെ കോൺ എന്ന് പറയുന്നത്. കോണിന്റെ ഇതേതാണ്? സ്ലാൻഡ് ഹൈറ്റ് L. ഇതായിരിക്കും സ്ലാൻഡ് ഹൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പെക്സ് തൊട്ട് ബേസ് വരെയുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് h. ദിസ് ഈസ് റേഡിയസ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ നമുക്ക് L തന്നിട്ടുണ്ട്. L ഇവിടെ എഴുതി 41. ഇവിടെ നമുക്ക് h തന്നിട്ടുണ്ട് 40. നമുക്കിത് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുന്നത് ബേസ് ആണ്. ഇവിടെ നമ്മൾ ഏത് അപ്ലൈ ചെയ്യും? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലെങ്കിൽ വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് R കണ്ടുപിടിക്കണമെങ്കിൽ R is equal to, നമുക്കറിയാം ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ഹൈറ്റിന്റെ സ്ക്വയർ കുറയ്ക്കുന്നതാണ്. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? L സ്ക്വയർ മൈനസ് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് h സ്ക്വയർ ഈസ് ഈക്വൽ ടു L എത്രയാണ്? 41 സ്ക്വയർ മൈനസ് h എത്രയാണ്? 40 സ്ക്വയർ റൂട്ട് ഓഫ് 41ന്റെ സ്ക്വയർ 1681, 40യുടെ സ്ക്വയർ എത്രയാണ്? 1600 ഈസ് ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 80 റൂട്ട് 81. 81ന്റെ റൂട്ട് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. റൂട്ട് കാണാൻ അറിയാമല്ലോ. ഇതൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് കാണാതെ നമ്മുടെ മനസ്സിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം R എന്ന് പറയുന്നത് എത്ര കിട്ടി? 9. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 9 സെൻറ്റിമീറ്റർ. ഇവിടെ എഴുതുവാണ് R is equal to 9 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് അല്ല, ഡയമീറ്റർ. ഡയമീറ്റർ is equal to 2R എന്ന്, അതായത് റേഡിയസിന്റെ ഇരട്ടി. 2 into 9 is equal to 18 സെൻറ്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? ഡയമീറ്റർ കിട്ടി. ഫസ്റ്റ് പോർഷൻ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് വോളിയം. വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാണ്? വോളിയം is equal to 1/3 pi r square h. ഫോർമുലയൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കുറെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മനസ്സിൽ തന്നെ ബൈഹാർട്ടായിട്ട് ഇത് കടന്നോളൂ. 1/3 pi r square h. വാല്യൂസ് കൊടുക്കാൻ പോവാണ്. 1/3. ഞാൻ ഇവിടെ പൈക്ക് 22/7 ആണ് കൊടുക്കുന്നത് കേട്ടോ. 22/7 ഇൻറ്റു നമ്മുടെ R എത്രയാണ്? 9. 9ന്റെ സ്ക്വയർ ഇൻറ്റു h എത്രയാണ് വന്നിരിക്കുന്നത്? 40. ഓക്കെ, ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7. അതിപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ എഴുതാൻ കാരണം 9ന്റെ സ്ക്വയർ ചെയ്തിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 9ന്റെ സ്ക്വയർ 81 ഇൻറ്റു 40. ഇവിടെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. ഇവിടെ 3യും 81ഉം കൂടെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പം 1 ഇവിടെ എത്ര വരും? 23 27. ഇനി ഒന്നും നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7 കൊണ്ട് 22നെ പറ്റില്ല, 27നെ പറ്റില്ല, 40യെ പറ്റില്ല. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. 22, 27, 40 കൂടി ഇൻറ്റു ചെയ്യുക. ആൻസർ 23760. അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 7. അപ്പം നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാവോ? 3394.28 ആണ് വരുന്നത്. നിങ്ങളത് റൗണ്ട് ചെയ്തിട്ട് 3395 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതുക. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നേരിട്ട് ഫോർമുല അയക്കാത്തോട്ട് അപ്ലൈ ചെയ്യുന്നു. ഓർക്കുക, കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നിൽ ഓർത്ത് വെക്കുക, R is equal to root of L square minus h square എന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കോൺ വരച്ച് നോക്കിയിട്ട് അതിന്റെ ഇപ്പം നിങ്ങൾക്ക് സ്ലാൻഡ് ഹൈറ്റ് ഒക്കെ അറിയാമല്ലോ. എവിടെയാണ് സ്ലാൻഡ് ഹൈറ്റ്? ഹൈറ്റും റേഡിയസും അറിയാം. അപ്പം നിങ്ങൾക്ക് ഈ ഫോർമുല അയക്കാത്ത നേരിട്ട് പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.